തീരുമാനിക്കേണ്ടത്. അത് അവിടെ പാർട്ടി തീരുമാനിക്കും ആരെല്ലാന്ന്. നമുക്ക് സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട്, സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്, എല്ലാ പാർട്ടീൻ്റെ പോലെ നമുക്കതുണ്ട്. അപ്പോൾ അവർ തീരുമാനിക്കും, അവിടെ ഒരു തീരുമാനം എടുക്കും. അത് എല്ലാ പോലെ എനിക്ക് മനസ്സിലാകും. നിങ്ങളെന്താ ഇതൊരു വലിയ കാര്യമായിട്ടാക്കുന്നത്? അവിടെ ഒരു തീരുമാനം വരും, എല്ലാ കോൺഗ്രസ്സുകാരും അത് പാലിക്കും, അത്ര തന്നെ. പാലിക്കുമെന്നാണ് വിശ്വാസം. അവിടെ തീരുമാനം എടുക്കും. ഞങ്ങളെല്ലാം ആഗ്രഹമുണ്ട് കെ സുധാകരൻ മത്സരിക്കണം, ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് മത്സരിക്കട്ടെ, നല്ലൊരു കാര്യം. അത് അല്ല, അത് നേതൃത്വം തീരുമാനിക്കും. അവരിപ്പം ഒരു തീരുമാനം എടുക്കും, ആരാ മത്സരിക്കേണ്ടത്. അപ്പം അത് നമ്മൾ പാലിക്കും. നേതൃത്വം ഒരു തീരുമാനം എടുത്താൽ എല്ലാ കോൺഗ്രസ്സുകാരും അത് പാലിക്കണം. കെ സുധാകരന് അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം സീറ്റ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായി, രണ്ടാള് സംസാരിച്ചു. എനിക്ക് മനസ്സിലായിട്ടോ ഇദ്ദേഹം പറയുന്നു, നിങ്ങൾ പറയുന്നു, എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല. കണ്ണൂരിൽ അദ്ദേഹത്തിനോട് സ്വീകാര്യനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ നേതൃത്വം തീരുമാനിച്ചു. അദ്ദേഹം താങ്കളുടെ പേര് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു കാര്യവും ഞാൻ മറുപടി പറയുന്നില്ല. നിങ്ങൾ എന്തിനാ ഇവിടെയെല്ലാം എത്തുന്നത്? നമ്മളെ തീരുമാനം ആരാ മത്സരിക്കാൻ പോകുന്ന പാർട്ടി അവിടുന്ന് അവർ തീരുമാനിക്കും, അവർ തീരുമാനിക്കട്ടെ. ഇതിനകത്ത് പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് കെ സുധാകരൻ പറയുമ്പോൾ നേരത്തെ തന്നെ സുധാകരേട്ടൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്ഥാനാർത്ഥിയാണെന്നല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സുധാകരേട്ടൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്താ പാർട്ടി തീരുമാനിക്കുന്നത് അദ്ദേഹം പാലിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.